സുഹൃത്തെ, നിങ്ങളുടെ ഇപ്പോഴുള്ള ലൈഫിലേക്ക് ഒന്ന് പൂർണ്ണമായിട്ട് ഇറങ്ങിയിട്ട് നിങ്ങളിലേക്ക് വലിയ മാറ്റങ്ങൾക്ക് കാരണമാകാൻ പോകുന്ന ഒരു സത്യം ഞാൻ തുറന്ന് പറയാൻ പോവാണ്. പെർഫെക്ഷനിസം എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. പരിപൂർണത എന്ന് പറയാം. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഭയം നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത്. ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ആളുകൾ ഒന്നുമല്ലാതായി പോകുന്നതിൻ്റെ കാരണം ഈ പെർഫെക്ഷനിസമാണ്. ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകളാണ് എനിക്കെന്തെങ്കിലും ചെയ്യണം എന്നുള്ള ശക്തമായിട്ടുള്ള ആഗ്രഹവുമായിട്ട് പുറത്തേക്ക് വരുന്നത്. പക്ഷേ ഈ പെർഫെക്ഷനിസം എന്നുള്ള ഒരു പ്രശ്നം കാരണം ആഗ്രഹത്തിലേക്ക് ഒരു കാലെടുത്ത് വെക്കുന്നത് പോയിട്ട് അവർക്ക് വീടിൻ്റെ പുറത്തേക്ക് പോലും ഇറങ്ങാൻ കഴിയാറില്ല. ഇതെന്താ കാര്യം എന്ന് വെച്ചാൽ, ഞാനൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റായിട്ട് ഞാൻ ഇറങ്ങൂ. ഞാൻ ഇങ്ങനെ ചെയ്യണമെങ്കിൽ എനിക്കിങ്ങനെ ചില കാര്യങ്ങളിൽ കുറവുണ്ട്. ഞാനൊരാളോട് വായ തുറന്ന് സംസാരിക്കണമെങ്കിൽ എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിഞ്ഞിട്ടേ ഞാൻ പറയാൻ നിൽക്കൂ. എൻ്റെ ഭർത്താവിൻ്റെ അടുത്തോ ഭാര്യയുടെ അടുത്തോ എൻ്റെ അച്ഛൻ്റെ അടുത്തോ അമ്മയുടെ അടുത്തോ എൻ്റെ മാനേജറുടെ അടുത്തോ പോലും ഞാൻ ആൾ പോരാ എന്നുള്ളൊരു ഇമേജ് ഉണ്ടാക്കാൻ നിൽക്കണ്ട, അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല. നിങ്ങൾക്ക് ഇങ്ങനൊരു കാര്യം ചെയ്യണമെന്നുണ്ട്, അതിലേക്ക് കുറച്ച് കാര്യങ്ങളുടെ കുറവുണ്ട്, ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് എല്ലാം ഒന്ന് സെറ്റായിട്ട് 2 മാസം കൂടെ കഴിഞ്ഞിട്ട് തുടങ്ങാം. ഇതിൻ്റെയൊക്കെ ആധാരം എന്ന് പറഞ്ഞാൽ പെർഫെക്ഷനിസമാണ്. നിങ്ങളെവിടെയെങ്കിലുമൊക്കെ മോശമായി പോകുമോ എന്നുള്ള ഭയം കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ ഇങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ട് ഇരുന്ന് പോകുന്നൊരവസ്ഥ. ഈ ഒരു അവസ്ഥ എൻ്റെ അടുത്തേക്ക് സംഭവിക്കുന്നതിന് എനിക്കൊരു പേടിയില്ല. ഞാനത് എന്ത് വരട്ടെ എന്നുള്ള രീതിയിൽ ഇറങ്ങാൻ പോവാണ് എന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ തന്നെ ഉണ്ടല്ലോ സുഹൃത്തെ, നിങ്ങൾ എത്താൻ പോകുന്ന ഉയരങ്ങൾക്ക് പരിധി ഉണ്ടാവില്ല. കാരണം ഈ കേൾക്കുന്ന വ്യക്തി ഉണ്ടല്ലോ, അയാൾ അത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരാളാണ്. ഇയാൾ പോലും അറിയാത്ത ഇയാളുടെ ഉള്ളിലുള്ള ഈ ഒരു ചെറിയ ഭയം കൊണ്ടാണ് പല ആളുകൾക്കും പലതും ചെയ്യാൻ തോന്നാത്തത്. നിങ്ങളുടെ ക്യാരക്ടർ എന്താണെന്നുള്ളത് പുറത്തുള്ള ആളുകൾ അറിയാത്തതിന് പോലും കാരണം ഈ ഒരു പെർഫെക്ഷനിസം എന്നുള്ള പ്രശ്നമാണ്. നിങ്ങൾ ഒരു കേസ് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ വീട്ടിലേക്ക് കുറച്ച് ആളുകൾ വരികയാണ്. ഇവരൊക്കെ രാഷ്ട്രീയത്തിലൊക്കെ വലിയ പിടിപാടുകളൊക്കെ ഉള്ള ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്, അല്ലെങ്കിൽ ടീച്ചേഴ്സ്. ഒന്നും വേണ്ട, നിങ്ങൾ ചിന്തിക്കുകയാണ് ഇവരൊക്കെ എന്തോ വലിയ ആളുകൾ, ഇവരെൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്, ഇവരുടെ മുന്നിൽ എൻ്റെ ക്യാരക്ടർ ഞാൻ കാണിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവരെന്താ വിചാരിക്കുക? ഇവർക്ക് ഞാൻ എന്തോ ഒരു മോശം ആളാണെന്ന് തോന്നില്ലേ? എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയില്ല, ഞാനൊരു മണ്ടനാണെന്ന് അവർക്ക് തോന്നില്ലേ? ഇവർ വന്നത് നിങ്ങളുടെ ടെറിട്ടറിയിലേക്കാണ്, നിങ്ങളുടെ വീട്ടിലേക്കാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. എന്നിട്ടും നിങ്ങൾ ഇവർക്ക് ഓവർ റെസ്പെക്റ്റ് കൊടുക്കാനുള്ള കാരണം ഈ ഒരു ഭയമാണ്. പെർഫെക്ഷനിസം എന്നുള്ള ഭയം കൊണ്ട് നിങ്ങൾ പേടിക്കുന്നത് ഞാൻ ആരാണെന്നുള്ള യഥാർത്ഥം ഇവർ അറിഞ്ഞു കഴിഞ്ഞാൽ അത് മോശമല്ലേ? എൻ്റെ വ്യത്യസ്തമായ കഴിവുകളൊക്കെ ഞാൻ പുറത്തേക്ക് കൊണ്ടുവരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഈ നാടിനൊന്നും അംഗീകരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഞാനിവിടെ സംസാരിച്ചാൽ തന്നെ അതൊരു മോശമാവും എന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് നിങ്ങളിങ്ങനെ സൈലൻ്റായിട്ടിരിക്കുന്ന സമയത്ത് ഇവരെന്തായിരിക്കും ചിന്തിക്കുന്നത് അറിയോ? ആ വീട്ടിൽ ഒരാളുണ്ട്, അവൻ ആരോടും അങ്ങനെ സംസാരിക്കില്ല, അല്ലെങ്കിൽ അവൾ ആരോടും അധികം അങ്ങനെ ഫ്രാങ്കായിട്ട് ഇടപെടില്ല, എന്തൊക്കെയോ സ്ട്രെയിഞ്ച് ആക്ടിവിറ്റികളിലൂടെ പോകുന്ന ഒരു ഇൻട്രോവേർട്ടാണ്. വെറുതെ ഒരു ജീവിതം അങ്ങനെ ജീവിച്ച് പോകുന്ന, ആരോട് സംസാരിക്കാൻ അറിയാത്ത, പ്രത്യേകിച്ച് ഒരു കഴിവുമില്ലാത്ത ഏതോ ഒരു വ്യക്തി അവിടെ അങ്ങനെ ജീവിക്കുന്നു എന്നുള്ളൊരു ചിന്തയാണ് ഇവരുടെ ഉള്ളിലേക്ക് വരിക. 10-30 വയസ്സായിട്ട് നിങ്ങളുടെ ക്യാരക്ടർ പുറത്തേക്ക് ഈ സമൂഹം കാണുന്നില്ലെങ്കിൽ പിന്നെ അവർക്ക് മനസ്സിലാവുന്ന എന്തായിരിക്കും അറിയോ? ഇയാളെ കൊണ്ട് രാജ്യത്തിനോ നാടിനോ നാട്ടുകാർക്കോ ഒരു ഉപകാരവും ഇല്ല. പക്ഷേ സ്റ്റിൽ നിങ്ങളുടെ ഉള്ളിലറിയാം എനിക്ക് എന്തൊക്കെയോ കഴിവുകളുണ്ട്, ഞാൻ ഈ പെർഫെക്ഷനിസം കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ ആയിപ്പോയ ഒരു വ്യക്തിയാണ്. ഈ പ്രശ്നം 10 ലക്ഷം ആളുകളിൽ 8 ലക്ഷം ആളുകളും നേരിടുന്നുണ്ട്. സുഹൃത്തെ, ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ള സത്യങ്ങളിൽ ഏറ്റവും വലിയൊരു കാര്യം ഞാൻ തുറന്നു പറയാണ്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടാൻ കഴിഞ്ഞ ആളുകൾ ഈ ഒരു പെർഫെക്ഷനിസത്തെ മുഴുവനും ഒരു വിലയില്ലാതെ കണ്ട ആളുകളായിരുന്നു എന്ന് നിങ്ങൾ അറിയണം. സ്വയം മറ്റുള്ളവരുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യുന്ന ഈ ഒരു അവസ്ഥയെ ഈ നേടിയ ആളുകൾ ഭയന്നിരുന്നില്ല. നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ് എന്ന് നിങ്ങളുടേതായ ഐഡൻറ്റിറ്റിയിലുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് നിങ്ങൾക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയുമ്പോഴേ പെർഫെക്ഷനിസം എന്നുള്ള നിങ്ങളറിയാതെ നിങ്ങളെ ഭയപ്പെടുത്തി നിർത്തുന്ന കാര്യം നിങ്ങളിൽ നിന്ന് ഇല്ലാതാവുകയുള്ളൂ. സുഹൃത്തെ, നിങ്ങളുടെ ഉള്ളിലുണ്ടല്ലോ, നിങ്ങൾ ഒരുപാട് വില കൊടുക്കുന്ന യുണീക്കായിട്ടുള്ള കഴിവുകളുണ്ട്. ഈ കഴിവുകൾ നിങ്ങൾ ആരും അറിയാത്ത രീതിയിൽ ഇങ്ങനെ മൂടി വെച്ച് കഴിഞ്ഞാൽ ആളുകൾ നിങ്ങളെപ്പറ്റി ഇവനെ കൊണ്ടൊന്നിനും കഴിയില്ല എന്നേ പറയൂ. നിങ്ങൾ എന്തായാലും ഒരു ദിവസം ഈ ഭൂമിയിൽ നിന്ന് പോവും, മരിക്കും. അതിൻ്റെ മുൻപ് നിങ്ങൾ അറിയപ്പെടുന്നൊരു വ്യക്തിത്വമായിട്ട് മാറുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരേ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു പെർഫെക്ഷനിസം നിങ്ങൾ വലിച്ചെറിഞ്ഞിരുന്നു എന്നുള്ള ഒരു കാരണം മാത്രമായിരിക്കും. പെർഫെക്ഷനിസത്തെ ഞാൻ ഒഴിവാക്കിയ കുറച്ച് വർഷങ്ങൾ എനിക്കുണ്ടായിരുന്നു എന്ന് നിങ്ങൾ ഓർക്കുന്ന കുറച്ച് ദിവസങ്ങളായിരിക്കും നിങ്ങളിലേക്ക് വലിയ ഡെവലപ്മെൻറ്റ് വന്ന ദിവസങ്ങൾ. ഒരു ജിമ്മിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല വസ്ത്രങ്ങളില്ല, എനിക്ക് നല്ല ഷൂ ഇല്ല, ഇതൊക്കെ തന്നെയാണ് പെർഫെക്ഷനിസം.
സ്വന്തമായിട്ട് ഒരു 10 രൂപ ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് തുടങ്ങാനാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ എൻ്റെ അടുത്ത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുടെ കുറവുണ്ട്, ഞാൻ ഇതിനു വേണ്ടി ചില ആളുകൾ സമീപിക്കേണ്ടി വരും, അവരെന്ത് വിചാരിക്കും, ഞാൻ അവിടെ പോയിട്ട് ഈ രീതിയിലൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇൻട്രസ്റ്റുകൾ അവരറിയില്ലേ, ഞാനെന്താ ഇങ്ങനെ എന്നവർ ചിന്തിക്കില്ലേ, ഇവന് ഇതിൻ്റെ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഇവൾക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നവർ ചിന്തിക്കില്ലേ? സുഹൃത്തെ, നിങ്ങൾക്ക് 3 നേരം കഴിക്കാനുള്ള ഭക്ഷണം തരുന്നത് അവരാണോ? അല്ല, ഒരിക്കലും അല്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയുള്ള ആളുകളെ ഭയക്കുന്നത്? ഒരു ലൈബ്രറി പോയി ഇരുന്ന് കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും? നിങ്ങളിലേക്ക് ഒരു വൈഡായിട്ടുള്ള മാറ്റം കൊണ്ടുവരാൻ അത് ടൗണിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഞാനിങ്ങനെ പോയി കഴിയുമ്പോൾ ആളുകളെന്ത് വിചാരിക്കും? ഈ ഒരു വസ്ത്രത്തിൽ ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഞാനൊരു മോഡേൺ വ്യക്തിയല്ല എന്നവർ ചിന്തിക്കില്ലേ? സുഹൃത്തെ, ഞാനൊരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയട്ടെ. ഏറ്റവും നന്നായിട്ട് ഡ്രസ്സ് ചെയ്യുന്ന ആളുകളെയും ഏറ്റവും മോശമായിട്ട് ഡ്രസ്സ് ചെയ്യുന്ന ആളുകളെയും മാത്രമേ ആളുകൾ ശ്രദ്ധിക്കുള്ളൂ. നിങ്ങളുടെ അടുത്തേക്ക് എന്തെങ്കിലും ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴേ ആളുകൾ നോക്കുകയുള്ളൂ. അല്ലാതെ ഇതിനിടയിൽ നിൽക്കുന്ന സാധാരണക്കാരെന്ന് പറയുന്ന ആളുകളെ ഒരാളും നോക്കുന്നില്ല, ഒരാളും കമ്പയർ ചെയ്യുന്നില്ല. ആളുകൾക്ക് അതിനുള്ള സമയമൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഈ പെർഫെക്ഷനിസവും വിചാരിച്ച് ചിലപ്പോൾ ഒരുപാട് വർഷങ്ങളിപ്പോൾ വെറുതെ ആക്കിയിട്ടുണ്ടാവും. എന്തായാലും ഈ വർഷം എന്ന് പറയുന്നത് ഒരിക്കലും അങ്ങനെയുള്ളൊരു വർഷമായി പോരുത്. നിങ്ങളിലേക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യമാണ് ഈ ഒരൊറ്റ മാറ്റം. ഞാനിനി എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഒരുപാട് ആലോചിക്കാതെ എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാനങ്ങ് ചെയ്യും. ഞാനിപ്പോൾ ടൗണിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പർപ്പസാണ് അവിടെ നടക്കേണ്ടത്. എനിക്ക് പെർഫെക്റ്റായിട്ട് തോന്നുന്ന, എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നുന്ന ഡ്രസ്സുകൾ ധരിച്ച് ഞാൻ മറ്റുള്ളവരെ കമ്പയർ ചെയ്യാതെ എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്യും. ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നിലേക്ക് വരേണ്ട ഹാപ്പിനെസ്സാണ് അവിടെ സംഭവിക്കേണ്ടത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിലേക്ക് നിങ്ങളുടെ ഇഷ്ടത്തോടെ നിങ്ങൾക്ക് ഇറങ്ങി വർക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ ചെറുപ്പകാലത്ത് ഈ മണ്ണിലൊക്കെ കളിക്കുന്ന സമയത്ത് നിങ്ങൾ മറ്റുള്ള ആളുകളെ പറ്റി ആലോചിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു? ഈ ഒരു നിഷ്കളങ്കതയാണ് ഏതൊരു കാര്യവും വിജയിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ആവശ്യം. ഈ ഒരുപാട് പെർഫെക്റ്റ് ആക്കിയിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യൂ എന്ന് വിചാരിച്ച് കിടക്കുന്ന ആളുകൾ എവിടെ എത്തില്ല. അപ്പോൾ സുഹൃത്തേ, ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഒരു പോയിൻ്റ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളുടെ ക്യാരക്ടർ എന്തായിരുന്നു എന്നുള്ളത് നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരിക. ഈ വർഷം നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരിക. അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങളിലേക്ക് വലിയ മാറ്റങ്ങൾ വന്നിരിക്കും എന്ന് ഞാൻ ഗ്യാരണ്ടി പറയാണ്. എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ അറിയുന്ന ഒരു വ്യക്തിത്വമുണ്ട്. അത് എൻ്റെ പാരൻസ് ആണെങ്കിലും ഞാനുമായിട്ട് ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആളുകളാണെങ്കിലും ഈ സമൂഹമാണെങ്കിലും ഞാൻ ഇങ്ങനെയാണ്. ഇത് അംഗീകരിക്കാൻ കഴിയുന്നവർ അംഗീകരിച്ചോ, അല്ലാത്തവർ അവരുടെ പാട്ടിന് പോയിക്കോട്ടെ. നിങ്ങൾ ഇതുവരെയുള്ള വർഷങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം ഈ ഒരു പെർഫെക്ഷനിസമാണ്. എൻ്റെ വീട്ടിൽ എന്നേക്കാൾ വലിയ ആളുകൾ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തിനും മിണ്ടാതിരിക്കണം. ആളുകൾ അറിഞ്ഞു തുടങ്ങട്ടെ ഞാനിങ്ങനെയാണ്, എൻ്റെ സംസാരം എങ്ങനെയാണ്, എൻ്റെ ഹാബിറ്റുകൾ എങ്ങനെയാണ്. ഞാൻ ചിലപ്പോൾ നേരത്തെ എണീക്കും, ഞാൻ ചിലപ്പോൾ നടക്കാൻ പോകും, ഞാൻ ചിലപ്പോൾ കുറച്ച് സ്പോർട്ടി ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കും. ഇതൊന്നും എന്തല്ല, മറ്റുള്ളവരുടെ ബിസിനസ്സും അല്ല. നിങ്ങൾ മറ്റുള്ളവരായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യാനും പാടില്ല. നിങ്ങളുടെ ഇഷ്ടങ്ങളും നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള ക്യാരക്ടറിനെയും നിങ്ങളുടെ കഴിവുകളെയുമാണ് നിങ്ങൾ ഈ വർഷം പുറത്തേക്ക് കാണിക്കേണ്ടത്. ആരെയും ഭയക്കാതെ കമ്പയർ ചെയ്യാതെ ഇത് മാത്രം ചെയ്താൽ മതി സുഹൃത്തെ, നിങ്ങൾക്ക് എത്തേണ്ട ലെവലിലെത്താം. അപ്പോൾ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ആരൊക്കെയോ ഭയന്നുകൊണ്ട് നിങ്ങളിങ്ങനെ പല കാര്യങ്ങളും പെർഫെക്റ്റ് ആക്കാൻ നോക്കി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു എന്നുള്ളത് മാത്രമാണ്. ഈ വർഷം എന്തായാലും അങ്ങനെ ആയിപ്പോരുത്. നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരിക. അത് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് അത് യൂസ് ചെയ്യുക. അതില്ല ഇതില്ല എന്നുള്ള കംപ്ലൈൻറ്റുകൾ പറയാതിരിക്കുക. നിങ്ങളുടെ വായ മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എത്തിക്കാൻ കഴിയും. നിങ്ങളുടെ അടുത്തേക്ക് ആളുകൾ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓരോരോ കാരണം നിങ്ങളുടെ നല്ല വാക്കുകളും നിങ്ങളുടെ നിർത്താതെയുള്ള ഹാർഡ് വർക്കുകളും ആക്ടിവിറ്റികളും മാത്രമായിരിക്കും. ഇത് മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഈ വർഷം നിങ്ങളിലേക്ക് വലിയ മാറ്റം വന്നിരിക്കും. താങ്ക് യു.